ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മറ്റൊരു മത ആഘോഷം ആഘോഷിച്ചു എന്ന പേരിൽ വല്ലാതെ പ്രചരണം നടത്തി. ക്രിസ്മസ് ആഘോഷിച്ചു പാണക്കാട് തങ്ങൾ. പച്ചക്കളവല്ലേ അത്? അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയണ്ട. അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത് സാധാരണക്കാർക്കിടയിൽ. ഒരു മുസ്ലിയാര് പറയുന്നത് കേൾക്കൂ. സമുദായമാകുന്ന ക്രൈസ്തവർ ആഘോഷിക്കുന്ന ആഘോഷത്തിൽ ദൈവം ഒരിക്കലും ജനിക്കുകയോ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയോ മറ്റു കുഞ്ഞിന് ജന്മം നൽകുകയോ ചെയ്യുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം, ആ മുസ്ലിം തന്നെ ഇസ്ലാമിന്റെ പരമോന്നത സ്ഥാനമാകുന്ന ഖാദി സ്ഥാനം, അതിൽ തന്നെ 1500ഓളം മഹല്ലിന്റെ ഖാദിയാകുന്ന ഒരു ഖാദി ആ ക്രിസ്മസിന് കേക്ക് മുറിച്ച് ആഘോഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിധി എന്താണ്? ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പാണക്കാട് തങ്ങളാണോ ക്രിസ്മസ് ആഘോഷിച്ചത്? സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? മറ്റു മതക്കാരുടെ ആഘോഷങ്ങളിലേക്ക് കേരളത്തിലെ ഒരു സമുന്നതനായ നേതാവ്, തുല്യതയില്ലാത്ത നേതാവ്, രാഷ്ട്രീയ രംഗത്തായാലും മതരംഗത്തായാലും കേരളീയ മനസ്സിൽ അതുപോലുള്ളൊരു നേതാവ് വേറെയില്ല. അതെല്ലാ മതക്കാർക്കും അറിയാം, എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം, എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പാണക്കാട് തങ്ങളെ മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളിലേക്ക് ഒരു മുസ്ലിം പ്രതിനിധി എന്ന നിലക്ക് അവർ ക്ഷണിക്കുന്നു മതസൗഹാർദ്ദത്തിനായി. ആ സംഭവത്തിൽ തങ്ങള് പങ്കെടുക്കുന്നു. ആ പങ്കെടുത്തു, അവര് കേക്ക് കൊടുത്തു, അത് ഭക്ഷിക്കുകയും ചെയ്തു. അതിലൊരു തെറ്റുമില്ല, അത് ഇസ്ലാമിൽ ഒരു തെറ്റുമില്ല എന്നുള്ളത് നമ്മൾ മാത്രമല്ല, പ്രധാനപ്പെട്ട ഉസ്താദ് മൗലാന നജീബ് മൗലവി പറയുന്നു. നിങ്ങൾ കേൾക്കുക. അവരുടെ മതപരമായ ഒരു ആഘോഷം നടത്തുമ്പോൾ അതുപോലെ നമ്മളും ചെയ്ത് അതോടൊപ്പം ചെയ്യാം. ഓല് പൂവിട്ടാ നമ്മളും പൂവിടുക, ഓല് ഓണത്തപ്പനെ വെച്ചാൽ അത് ചെയ്യാം, ഓല് മഹാബലിയെ പ്രതിഷ്ഠിച്ചാൽ പ്രതിഷ്ഠിക്കുക, ഓല് ഏതെങ്കിലും ഒരു വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചായിട്ടൊപ്പം ചെയ്യുക. അതുപോലൊക്കെ നമ്മളും ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ അവരോട് സദൃശമാകല്ല ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാകുന്നു, ഹറാമാകുന്നു, നിഷിദ്ധമാകുന്നു എന്നാണ് മതപരമായ അതിന്റെ വിധി. അവരോട് സദൃശമാകുന്ന ഉദ്ദേശമില്ലാതെ ഒട്ടും അവരോട് സദൃശമാകുക എന്നുള്ളതേ ഉദ്ദേശമില്ല. അവര് ചോറുവെച്ചപ്പോ ആ ചോറൊന്ന് വേവിച്ചു, അല്ലെങ്കിൽ ഓല് വിളിച്ചപ്പോ ഒന്ന് പോയി. ഈ രീതിയിലുള്ള ചില സഹകരണങ്ങൾ പറ്റാവുന്ന മേഖലയിൽ മാത്രം ചെയ്യുന്ന ഒരു സ്ഥിതിയുള്ളൂങ്കിൽ ഫലാശയാലേ അവിടെ തഅ്സീർ ചെയ്യേണ്ട കാര്യവുമില്ല, അവിടെ നിഷിദ്ധതയുടെ കാര്യവുമില്ല എന്ന് മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ അവർ തന്റെ ഫത്താവൽ കുബറയിൽ പ്രത്യേകം പറഞ്ഞു. ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാണക്കാട് തങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷിച്ചു എന്ന നിലക്ക് പ്രചരിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? അത് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു വലിയൊരു നിഅമത്താണ് പാണക്കാട് കുടുംബത്തിന്. അതിൽ അസൂയ പൂണ്ട ചില ആളുകള് പലതും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു എന്ന് മാത്രമേ അതിനെ കുറിച്ച് പറയാനുള്ളൂ.